പഹൽഗാമിൽ എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ചയുണ്ടായി? എന്തുകൊണ്ട് 26 പേരുടെ ജീവനെടുത്ത ഭീകരർ ഇപ്പോഴും പിടിയിലാകുന്നില്ല? ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന വിശ്വസിച്ചതെന്തിന്? വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ട്രംപിനോട് പറഞ്ഞതാര്? ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു? പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് പിന്തുണയുമായി ഒരു രാജ്യവും മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന രാഹുൽ ഗാന്ധി പാക് ഭീകരവാദത്തെ വെളുപ്പിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നവർക്ക് മറയായി രാഹുലിന്റെ വാക്കുകൾ മാറുകയാണ്. രാജ്യത്തെ ഒറ്റുന്ന വിശ്വാസവഞ്ചകനായ മിർ ജാഫറാണോ രാഹുൽ? പാകിസ്ഥാന്റെ പോസ്റ്റർ ബോയ് എന്ന പരിഹാസത്തിൽ തീരുന്നില്ല രാഹുലിനെതിരെ BJPയുടെ പ്രത്യാക്രമണം. പൂഞ്ചിലെ ഭീകരാക്രമണത്തെ ദുരന്തമെന്ന് വിളിക്കുന്ന രാഹുൽ പാകിസ്ഥാന്റെ ക്രിമിനലുകൾക്ക് ആയുധം കൊടുക്കുകയാണെന്ന് മുഖമടച്ച് ആക്ഷേപിക്കുകയാണ് ഭരണപക്ഷം. സർവകക്ഷി യോഗം വിളിക്കണമെന്നും പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആവശ്യപ്പെടുമ്പോഴും രാഹുൽ ഗാന്ധിയെ മാത്രം രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പറയുന്നത് പോലെ ജനങ്ങളെയും ജനപ്രതിനിധികളെയും വസ്തുതകൾ മനസ്സിലാക്കിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനില്ലേ? ജനാധിപത്യം എന്ന അവകാശം അത് നിഷേധിക്കുകയാണ്. അതോ രാഷ്ട്രീയപരമായി രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണോ BJP നേതാക്കന്മാരുടെ കടന്നാക്രമണം? രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആരാണ്? സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു BJP നേതാവ് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, രാഷ്ട്രീയ നിരീക്ഷകൻ ബിജു നായർ, മാധ്യമപ്രവർത്തകൻ CB സത്യൻ, ഒപ്പം രാഷ്ട്രീയകാര്യ വിദഗ്ധൻ ഡോക്ടർ G. ഗോപകുമാർ. 5 പേർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, BJP നേതാവിലേക്ക് ആദ്യം. ശ്രീ P. കൃഷ്ണദാസ്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പൂർണ്ണമായ പിന്തുണ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് നൽകുന്നു, BJPക്ക് നൽകുന്നു. ഈ നിലപാട് വ്യക്തമായിട്ട് എടുക്കുന്നു. ഒരു ട്വീറ്റുമായി ബന്ധപ്പെട്ട് പോലും ശാസന നൽകി അണിയറയ്ക്ക് പിറകിൽ എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ആ തരത്തിൽ പോലും ഏതെങ്കിലും തരത്തിൽ അനുയായികൾ പോലും അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്ത കോൺഗ്രസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അവകാശവാദവുമായി വരുന്നു. ഇതുവരെ ഒരുപക്ഷെ ഉന്നയിക്കപ്പോലും പെടാത്ത തരത്തിലുള്ള ഒരു നിലപാടും പ്രസ്താവനയും ഡൊണാൾഡ് ട്രംപ് നടത്തുന്നു. ഇതിനു ശേഷമാണ് കോൺഗ്രസ് ചോദ്യങ്ങൾ ചോദിച്ചത്. ഇതിനു ശേഷമെങ്കിലും പ്രതിപക്ഷമായ കോൺഗ്രസിന് ചോദിക്കാനുള്ള അർഹതയില്ലേ എന്ന് ആ പാർട്ടി ചോദിക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് BJP തള്ളുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് സൂചിപ്പിച്ചതുപോലെ ട്രംപ് എന്തെങ്കിലും ഒരു ട്വീറ്റ് ചെയ്തതിനു ശേഷം മാത്രമല്ല, അതിനു മുൻപും കോൺഗ്രസ് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയും കോൺഗ്രസിന്റെ ഹാൻഡിലുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവകാശം ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലക്കും പ്രതിപക്ഷ സംവിധാനം എന്നുള്ള നിലക്കും അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല, ഏതൊരു പൗരനും 142 കോടി ജനങ്ങളിൽ ഏതൊരു പൗരനും ആ ചോദ്യം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്, ഏത് സംശയവും ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്, അത് പുറത്തു പറയാനുള്ള അവകാശമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടി, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർ, അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ആ പ്രസ്താവനകൾ നടത്തുന്നത് മറ്റേതെങ്കിലും രാജ്യം ഉപയോഗിക്കുമോ, അതല്ലെങ്കിൽ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യം ഉപയോഗിക്കുമോ എന്ന് നോക്കേണ്ടതില്ലേ? ഉദാഹരണത്തിന് പഹൽഗാം വിഷയമുണ്ടായതിനു ശേഷം നമ്മുടെ രാജ്യം ഏത് തരത്തിൽ തിരിച്ചടി നൽകണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ അതിൽ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സൈന്യവുമായെല്ലാം സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എത്രയോ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. എത്ര തരത്തിൽ ട്വിറ്റർ ഹാൻഡിലുകളിൽ അവർ അവരുടെ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. അതിനെ തുടർന്നല്ലേ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള ട്വിറ്ററിന് അവർക്ക് തന്നെ അവരുടെ സംഘടനാപരമായി തന്നെ അതിന് വിലക്കേർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് നേതാക്കന്മാർ വ്യത്യസ്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി. ആരൊക്കെ എന്തൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല, പൊതുമധ്യത്തിൽ പൊതുസമൂഹത്തിൽ നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും പിന്നീട് കോൺഗ്രസിന് തന്നെ വിലക്കേണ്ടി വന്നു. അത് ആശാസ്യമല്ല, നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല, മറ്റു രാജ്യങ്ങളുടെ മുൻപിൽ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊന്നും BJP സൃഷ്ടിച്ചതല്ല. സ്വാഭാവികമായും സംശയങ്ങൾ ചോദിക്കാനും അതിൽ സംശയ നിവൃത്തി വരുത്താനും ഒക്കെയുള്ള സാഹചര്യം ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കുമുണ്ട്. കോൺഗ്രസ് തുടക്കം മുതൽ ആവശ്യപ്പെട്ടത് പാർലമെന്റ് വിളിച്ചു ചേർക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോവികാരം?
പാർലമെന്റ് വിളിച്ചു ചേർത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ആരും എതിരല്ല. പക്ഷെ നമ്മുടെ പാർലമെന്റിന്റെയും നമ്മുടെ നിയമസഭകളുടെയും പ്രത്യേകത അറിയാമല്ലോ. ഏത് വിഷയവും അവിടെ ആരുടെയും തടസ്സമില്ലാതെ അംഗങ്ങൾക്ക് ഉന്നയിക്കാനുള്ള അവകാശമുള്ള സംവിധാനമാണ് നമ്മുടെ പാർലമെന്റ്. അപ്പൊ അവിടെ ഉന്നയിക്കപ്പെടുന്ന ഓരോ വിഷയങ്ങളും മറ്റ് രാജ്യങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ കോൺഗ്രസുകാർ പല ഘട്ടങ്ങളിലും അവർ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ, അവർ പുറത്തുവിട്ടിട്ടുള്ള ചില ചിത്രങ്ങൾ, അവർ പുറത്തുവിട്ടിട്ടുള്ള അവരുടെ ട്വിറ്ററിലെ ചില പരാമർശങ്ങൾ, ഇതെല്ലാം പാകിസ്ഥാന്റെ മന്ത്രിമാരെടുത്ത് പ്രയോഗിക്കുകയാണ് നമ്മുടെ രാജ്യത്തിനെതിരായി. ഇന്ത്യയിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നു, ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ പ്രതിപക്ഷം പറയുന്നു, ഇന്ത്യ രാജ്യത്തെ പാർട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പറയുന്ന സാഹചര്യം ഉണ്ടായി. ട്രംപിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് ചർച്ച നടത്തേണ്ട കാര്യമില്ല. ട്രംപ് പറഞ്ഞത് ട്രംപ് വിഴുങ്ങി. ട്രംപ് എന്തിനു പറഞ്ഞു എന്നുള്ളത് അറിയാത്തവരല്ല നമ്മുടെ രാജ്യത്തുള്ളവരും ലോകത്തുള്ളവരും. ട്രംപ് നേരത്തെ ഉക്രൈനുമായിട്ടുള്ള വിഷയത്തിൽ ഉക്രൈന്റെ നേതാവിനെ വിളിച്ചു വരുത്തി തന്റെ റൂമിലിരുത്തി താൻ ചർച്ച ചെയ്യുന്ന സ്ഥലത്തിരുത്തി ചീത്ത വിളിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ലോകരാജ്യത്തിന് മുമ്പിൽ താൻ പറയുന്നത് മറ്റെല്ലാവരും അംഗീകരിക്കണം. പാലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, ഇസ്രായേൽ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ട്രംപ് എടുക്കുന്ന നിലപാട് എന്താണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഒരു ബള്ള് പറയുക, അല്ലെങ്കിൽ ഒരു ട്രംപിന്റേതായ രീതിയിൽ ഞാനാണ് ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുക. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഞാൻ കുറച്ച് നേരത്തെ കയറി ചോദിക്കുന്നത്, ഈ ഭരണകൂടം ദുർബലമാണ്, ഒന്നിനും കഴിവില്ലാത്തതാണ്, അൺവില്ലിംഗ് ആണ്, ഇൻകേപ്പബിൾ ആണ്, വീക്ക് ഗവൺമെന്റ്, ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ ഒരു ഭരണകൂടത്തെ വിമർശിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അത് താങ്കൾക്കും അറിയാം. 2018 നവംബർ 26 നിന്ന് 28, 29 ദിവസങ്ങളിൽ 3 ദിവസത്തിനുള്ളിൽ അന്ന് BJP നടത്തിയ ആ വിമർശനങ്ങൾ, ട്രൈഡന്റ് ഹോട്ടൽ മുന്നിൽ നിന്ന് ഇന്നത്തെ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനകൾ, രവിശങ്കർ പ്രസാദിന്റെ പ്രസ്താവനകൾ, ഇന്റലിജൻസ് പരാജയമാണെന്ന് വിമർശിച്ചത്, ഇതെല്ലാം കഴിഞ്ഞ് ഒരു പത്രത്തിൽ തന്നെ പത്രപരസ്യം പോലും കൊടുക്കുന്നു ഈ ഗവൺമെന്റ് ദുർബലമാണ് എന്നുള്ള രീതിയിൽ. ആ തരത്തിലുള്ളൊരു വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ടിറ്റ് ഫോർ ടാറ്റ് അല്ല ഇതിന് മറുപടി എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം, അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ചോദ്യം അതാണ്, ഈ തരം രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയില്ലല്ലോ പ്രതിപക്ഷം എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്നതെല്ലാം രാജ്യദ്രോഹമാണ്, നിഷാനി പാകിസ്ഥാനാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്നൊക്കെയുള്ള അതിരുവിട്ടിട്ടുള്ള വിമർശനങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അപർണ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്ക് അങ്ങേക്കറിയാമല്ലോ എന്നാണ് ബോംബെയിൽ അക്രമമുണ്ടായത്, എന്നാണ് നിങ്ങളെല്ലാം ഉന്നയിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി എന്ന് പറയുന്ന കാലഘട്ടമുണ്ടായത്. 2, 3, 4 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പൊതുയോഗങ്ങളിൽ നടക്കുന്ന പ്രസ്താവനകളും വിഷയങ്ങളുമാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത്. അത് ആരെ കുറിച്ചാണെങ്കിലും ആ ദിവസത്തിലോ തൊട്ടടുത്ത ദിവസത്തിലോ നടന്ന കാര്യങ്ങളല്ല. ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ ഉള്ള BJP ഗവൺമെന്റുകൾ, BJP പ്രതിപക്ഷത്തിരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. BJP ഗവൺമെന്റിനെതിരെ BJP ഏതെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ ഞങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ആ കാലഘട്ടങ്ങളിൽ നമുക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെ BJPയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പേയി അല്ലേ മറ്റു രാജ്യങ്ങളിലേക്ക് പോയത്? എന്താ രാഹുൽ ഗാന്ധിക്ക് പോകാൻ എത്ര മടിയുള്ളത്? ആരെയാണ് നിശ്ചയിച്ചത്? കോൺഗ്രസുകാർ. അപ്പൊ അതൊക്കെ ആ പാർട്ടിയുടെ തീരുമാനമാണ്. അവരാരെ നിശ്ചയിക്കണം, ആരെ നിശ്ചയിക്കേണ്ട, വിദേശത്ത് പോകാൻ ആരെ അതൊക്കെ ആ പാർട്ടി എടുക്കേണ്ട നിലപാടുകളാണ്. ഇവിടെ ആരും രാഹുൽ ഗാന്ധിയെ കുറിച്ചോ കോൺഗ്രസിനെ കുറിച്ചോ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർ ഏതെങ്കിലും രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നോ അവർ ഏതെങ്കിലും രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു എന്നോ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ കാണേണ്ടത് അവരുടെ ഹാൻഡിലുകൾ നടത്തുന്ന ചില പ്രചരണങ്ങൾ മറ്റ് രാജ്യങ്ങൾ എടുത്ത് ഉപയോഗിക്കും. ശ്രീ പി കൃഷ്ണദാസ്, ഈ അവസരത്തിൽ പറയുന്നത് അത് മാതൃകയാക്കാം. പക്ഷേ താങ്കൾ ഇതിനു മുൻപുള്ള ചരിത്രം നിഷേധിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഉടനടി നടത്തിയില്ല എന്ന് പറയുന്നു. ഇനി ആ കണക്ക് താങ്കൾക്ക് അറിയാത്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. നവംബർ 26 നടക്കുന്ന ഭീകരാക്രമണം, നവംബർ 27 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മൻമോഹൻ സിംഗിന് കത്തെഴുതുന്നു. അതിനുശേഷം അദ്ദേഹം 28 മുംബൈയിലെത്തുന്നു. ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടലിന് മുന്നിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്നു മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം വാസ് ഡിസപ്പോയിന്റിംഗ് എന്ന് പറയുന്നു. എത്ര ദിവസം? 26, 26, 27, 28 ഡിസംബർ 4-നകം നവംബർ 29-നാണ് BJPയുടെ പരസ്യം പ്രത്യക്ഷപ്പെടുന്നത് മാധ്യമങ്ങളിൽ. വീക്ക് ഗവൺമെന്റ്, ഇൻകേപ്പബിൾ ആൻഡ് അൺവില്ലിംഗ് എന്ന്. എത്ര ദിവസത്തെ വ്യത്യാസമുണ്ട്? ഒരാഴ്ച. കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലഘട്ടം എടുക്കുക. ഈ 2 പതിറ്റാണ്ട് കാലഘട്ടത്തിനിടയിൽ എത്ര തവണ നമ്മുടെ രാജ്യത്ത് കടന്ന്, ഇനി ഒരു 1990-കൾക്ക് ശേഷം മാത്രം എടുക്കുക, 2-3 പതിറ്റാണ്ട് എടുക്കുക,
എത്ര തവണ അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്ത് അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്? എത്ര തവണ നമ്മുടെ സൈന്യത്തിന് നേരെ, സാധാരണക്കാർക്ക് നേരെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്? ഇനി അങ്ങ് സൂചിപ്പിച്ച ബോംബെ അക്രമം അടക്കം ഉള്ള കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ഭീകരവാദികൾക്കെതിരെ, പാകിസ്ഥാനെതിരെ എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നില്ലല്ലോ, ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പൊ പാകിസ്ഥാനെതിരെ എന്നുള്ളതല്ല, മറിച്ച് ഭീകരവാദികൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ നമ്മൾ അവരെ അമർച്ച ചെയ്യാനൊരു നിലപാട് സ്വീകരിക്കും, ഒരു നടപടി സ്വീകരിക്കും എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് ഗവൺമെന്റ് 84 കാലഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് സിഖുകാരെ അമർച്ച ചെയ്യാൻ വേണ്ടി, അഫ്ഗാനിസ്ഥാൻ മതത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി ഒരു കലാപം നടത്തിയിട്ടുണ്ട്, ഒരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. പിന്നീട് സിംഹളരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമുണ്ടായപ്പോൾ ശ്രീലങ്കയിൽ പോയി ആ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് അക്രമം നടത്തുന്ന തീവ്രവാദികൾക്കെതിരെ, ഭീകരവാദികൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ തുനിഞ്ഞിട്ടുണ്ടോ? ഇവിടെ അതല്ലല്ലോ സംഭവം ഉണ്ടായത്. ഇവിടെ ഒരു വിഷയം ഉണ്ടാകുന്നു, പഹൽഗാമിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഗവൺമെന്റ് നമ്മുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായി, അതല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന്റെ നിലപാടുകൾക്കനുസരിച്ച് അവർ കാത്തിരുന്ന് ഇന്നുണ്ടാകുമ്പോൾ ഇന്ന് തന്നെ തിരിച്ചടിക്കുക എന്നുള്ളതല്ലല്ലോ. ഇനി ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, ഏതാണ്ട് 160-ഓളം അധികം ആളുകൾ മരണപ്പെട്ട ഒരു സാഹചര്യമാണ് ബോംബെ ആക്രമണത്തിലുണ്ടായത്. നമ്മൾ എന്താ നിലപാട് സ്വീകരിച്ചത്? നമ്മൾ എന്താ തിരിച്ചു ചെയ്തത്? നമ്മുടെ രാജ്യത്തിന് അത്രയും സാധാരണക്കാരെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചോ? സൈനിക നടപടി സ്വീകരിച്ചോ? ഇല്ലല്ലോ. ഇവിടെ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്കെതിരെ, തികച്ചും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കെതിരെ ഒരു അക്രമം ഉണ്ടാകുന്നു, ഒരു ഭീകരവാദ പ്രവർത്തനം ഉണ്ടാകുന്നു. എന്താ നമ്മുടെ ഗവൺമെന്റ് 10 ദിവസം 12 ദിവസം കാത്തിരുന്ന സൈന്യത്തിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന് എന്താ നമ്മൾ തിരിച്ചു ചെയ്തത്? അവരുടെ ഭീകരവാദ ക്യാമ്പുകൾ നിഷ്കരണമില്ലാതെയാക്കി എന്നുള്ളതാണ്. അതിനൊരു ദാക്ഷിണ്യവുമില്ലെന്നേ. ലോകത്തിന്റെ മുൻപിൽ നമ്മൾ പറഞ്ഞത് ഒറ്റ നയമാണ്, തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് പാകിസ്ഥാൻ എന്നല്ല, പാകിസ്ഥാനെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങളുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്ക് കൂടിയുള്ളതാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചതുകൊണ്ടാണ്. പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, നമ്മൾ കണ്ടതല്ലേ. പാകിസ്ഥാന് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്ന മറ്റു രാജ്യങ്ങൾ നമ്മൾ പേരെടുത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തുർക്കി ആ ഭാഗത്തല്ലേ നിന്നത്. ഇനി ചൈനയുടെ സപ്പോർട്ട് പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ലേ, പ്രത്യക്ഷമായും പരോക്ഷമായും. അപ്പൊ നമ്മൾ കാണുന്നത് പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തെ കുറിച്ച് മാത്രമല്ല, പാകിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദത്തെയാണ്. അവിടുത്തെ തീവ്രവാദ ക്യാമ്പുകളിലും അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകളിലും വിരിയിച്ചെടുക്കുന്ന ആളുകൾ ഇവിടെ വന്ന് തീവ്രവാദ പ്രവർത്തനം നടത്താനും സാധാരണക്കാരുടെ പിന്തുണയോടുകൂടി, അതിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ, സംഘടനയുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. നമ്മുടെ രാജ്യത്ത് സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ISIയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. നമ്മുടെ രാജ്യത്ത് ISIയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇനി പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ശരി പി കൃഷ്ണദാസ്, ഒറ്റ കാര്യം, ഈ വിഷയങ്ങളൊക്കെ എല്ലാവരും പറയുന്നു, ഇന്ത്യ മുന്നണിയിലെ മിക്ക പാർട്ടികളും ഇത് പറയുന്നു, രാഹുൽ ഗാന്ധിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നേരത്തെ തന്നെ BJP രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ആ ഒരു മുൻവിധിയുണ്ട്, അദ്ദേഹത്തിന്റെ ഇറ്റലി ബന്ധം, വിദേശ ബന്ധം അന്വേഷിക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പണ്ടേ പറയുന്നു. അതുകൊണ്ട് രാഹുൽ മാത്രം രാജ്യദ്രോഹിയായി മാറുന്നു. ഇന്ത്യ മുന്നണിയും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ഈ നേതാക്കന്മാരും അത് പറയുമ്പോൾ അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാതെ രാഹുൽ ഗാന്ധി മാത്രം, ഈ ആരോപണം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി മാത്രം രാജ്യദ്രോഹിയാകുന്നു. അതെങ്ങനെയാണ്? രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടികൾ, അവരുടെ മുന്നണിയിലുള്ള പാർട്ടികളിൽ അവരുടെ ഒന്ന് പറയൂ, ഈ ചർച്ചയിൽ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാക്കന്മാർ ഈ വിഷയം ഉണ്ടായതിനു ശേഷം സംശയകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി? അതല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലം എന്ന് ഞാൻ പറയില്ല, പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിൽ നിന്ന് മാറി നിന്നു. ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ മമതാ ബാനർജി? ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? BJP പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ തിരിച്ചു ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, മറ്റേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ ഈ പഹൽഗാം വിഷയം ഉണ്ടായതിനു ശേഷം കോൺഗ്രസിന്റെ ചില മുഖ്യമന്ത്രിമാരും ചില നേതാക്കന്മാരും നടത്തിയ പ്രസ്താവനകൾ പോലെ, അവരുടെ ഹാൻഡിലുകൾ നടത്തിയ പ്രചരണം പോലെ ഏതെങ്കിലും ഒരു പാർട്ടി നടത്തിയോ? നിങ്ങൾ പറയൂ. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങേക്ക് തിരുത്താം, അതിലെനിക്ക് തടസ്സമില്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, വിമർശിക്കുന്നത് പ്രതിപക്ഷത്തെയല്ല, രാഹുൽ ഗാന്ധിയാണ്. പോസ്റ്റർ ബോയ് ആകുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ്. അദ്ദേഹത്തിന്റെ പടമാണ് അങ്ങനെ വരുന്നത്. അദ്ദേഹമാണ് പാകിസ്ഥാന് ഓക്സിജൻ കൊടുക്കുന്നത്. ഇതിനകത്തൊരു പ്രത്യേക ടാർഗറ്റിംഗ് രാഹുൽ കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ട് മാത്രമാണോ, അതോ രാഹുൽ ഗാന്ധിയുടെ ചില ചോദ്യങ്ങൾ അതൊരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നു എന്ന് ഉള്ള ഒരു ഭയം ഉള്ളത് കൊണ്ടാണോ? രാഹുൽ ഗാന്ധിയുടെ ചോദ്യം എവിടെയാ എത്തുന്നത്?
ഒരു സ്ഥലത്തും എത്തുന്നില്ല. ആ ചോദ്യത്തിനും അദ്ദേഹത്തിനെ പിന്തുണക്കുന്നവർ പൊതുസമൂഹങ്ങളിൽ നടത്തുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളും പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അവരത് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും അവരുടെ മന്ത്രിമാർ, അവരുടെ സൈനിക നേതാക്കന്മാർ അവരത് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പൊതുമധ്യത്തിൽ വന്നതല്ലേ. പാകിസ്ഥാൻ മന്ത്രിമാർ, പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥന്മാർ അവർ എടുത്ത് ഉപയോഗിച്ചത് ആരുടെ ട്വിറ്റർ ഹാൻഡിലുകളാണ്, ആരുടെ പ്രചരണങ്ങളാണ്, ആരുടെ വാചകങ്ങളാണ്. അത് ശരി. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ആ പോയിന്റിലേക്ക് താങ്കൾ വന്നു. ഞാൻ താങ്കൾക്ക് തിരിച്ചണം. ആ പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് വസന്ത തെങ്ങുംപള്ളി, ജയശങ്കറെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പോസ്റ്റ് ഇടുന്നു. ഈ പോസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ വാർത്താ ചാനലിന്റെ വീഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങുന്നത്. അമിത് മാളവിയൊക്കെ ഷെയർ ചെയ്തിരിക്കുന്ന ആ വിഷയം ഇതെല്ലാം മാറ്റുന്നു. പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പോലും കൃത്യമായ രീതിയിൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു, മെയ് 11 നടത്തിയ ബ്രീഫിംഗിൽ DGMOയെ പറയുന്നു ഏതെങ്കിലും ഒരു നാശനഷ്ടങ്ങൾ ഏത് തരത്തിലാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ലാത്തത് എന്ന് പറയുന്നു. അപ്പോഴും ജെറ്റ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ലക്ഷ്യം BJPയോ ഭരണപക്ഷമോ കേന്ദ്ര സർക്കാർ ആകും. പക്ഷേ ഡീമോറലൈസ് ചെയ്യുന്നത് സായുധ സേനയാണ്, ഇന്ത്യയുടെ സേനയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ ഡീമോറലൈസ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അതിനുത്തരം പറയേണ്ട ബാധ്യത കോൺഗ്രസിന് ഉണ്ടാകുന്നുണ്ട്. എല്ലാ കാലത്തും അപർണ കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. എല്ലാ കാലത്തും BJP എന്നൊക്കെ കേന്ദ്രം ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ എതിർ ശബ്ദങ്ങൾക്ക് നേരെ അവരെടുത്തു വീശുന്നത് ദേശീയതയുടെ വാളാണ്, അല്ലെങ്കിൽ ദേശബോധത്തിന്റെ വാളാണ്. അത് എടുത്തു വീശുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് രണ്ടു വശത്തും മുറിവേൽക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ തൽക്കാലം നിർവാഹമില്ല. എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത് കോൺഗ്രസിന്റെ ചില ചോദ്യങ്ങൾ, കോൺഗ്രസ് ഹാൻഡിലുകളിൽ വരുന്ന ചില പ്രശസ്തമായ ചോദ്യങ്ങൾ പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കുന്നു എന്നാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഏതായിരുന്നു കൃഷ്ണദാസ്? നിങ്ങൾ പറയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ വന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ വന്ന ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം? ആ ചോദ്യം, ആരാണ് ഒരു സെക്ടറിന്റെ ചുമതല ഉണ്ടായിരുന്ന രാഷ്ട്രീയ റൈഫിളിന് അധികമായി 2 സെക്ടറുകളുടെ ചുമതല കൊടുത്തത്? പ്രശസ്തമായ ചോദ്യമല്ലേ? പഹൽഗാം പോലെ ഒരു ടൂറിസ്റ്റ് സെൻട്രൽ പ്ലേസിൽ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായിട്ട് തിരിച്ചൊരു വെടിവെക്കാൻ പോലും ഒരു സൈനികൻ ഉണ്ടാവാതിരുന്നത് എങ്ങനെയാണ്? എന്താ അത് ചോദിക്കണ്ടേ? ഈ തീവ്രവാദികൾ നിലവിൽ രാജ്യം വിട്ടുപോയിട്ടുണ്ടോ? അവരാരൊക്കെയാണ്? അവർ നിലവിൽ രാജ്യത്ത് അകത്തുണ്ടോ പുറത്തു പോയിട്ടുണ്ടോ? ആയതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് വിവരമുണ്ടോ? ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ അക്കൗണ്ട് ചോദിച്ചത്. ഈ ചോദ്യത്തിൽ എന്താ പ്രശ്നം? അത് ചിലപ്പോൾ പാകിസ്ഥാൻ റീട്വീറ്റ് ചെയ്യും, ചൈന റീട്വീറ്റ് ചെയ്യും, അമേരിക്ക റീട്വീറ്റ് ചെയ്യും. അമേരിക്ക ചിലപ്പോൾ ചെയ്യില്ല, കാര്യം ട്രംപ് നിങ്ങളുടെ ആളാണ്. അങ്ങനെ പലരും റീട്വീറ്റ് ചെയ്യും. റീട്വീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശസ്തമായ ചോദ്യങ്ങൾ, പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ എടുത്തുപയോഗിച്ച മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ശ്രീ കൃഷ്ണദാസ്. അത് ആരുടെയാ? വിജയ് ഷാ. ആരാ വിജയ് ഷാ? വിജയ് ഷാ മധ്യപ്രദേശിലെ നിങ്ങളുടെ മന്ത്രിയാണ്. എന്താ വിജയ് ഷാ പറഞ്ഞത്? നിങ്ങൾ അഭിമാനത്തോടു കൂടി അവതരിപ്പിച്ച, നിങ്ങൾ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ, നമ്മൾ അടങ്ങുന്ന ഇന്ത്യക്കാർ അഭിമാനത്തോടു കൂടി ഏറ്റെടുത്ത തോഫിയ ഖുറേഷിയെ പറ്റി വായിൽ കൊള്ളത്തില്ലാത്ത അസഭ്യം, പുലഭ്യം വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ മന്ത്രി, മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷായ. ആ വിജയ് ഷാ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അവർക്ക് വേണ്ടി പണമൊരുതിയവരെ പോലും അവർ മതത്തിന്റെ പേരിൽ ചാപ്പ കുത്തുന്നു എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവരാ. അതിനെപ്പറ്റി എന്താ ഉത്തരം പറയാത്തത്? ഇപ്പോ കൃഷ്ണദാസ് പറഞ്ഞല്ലോ, കോൺഗ്രസ് തന്നെ കടിഞ്ഞാനിട്ടു. എപ്പോഴാ കടിഞ്ഞാനിട്ടത്? കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്നു തൽക്കാലം സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുക, യാതൊരുവിധ രാഷ്ട്രീയ ചോദ്യങ്ങളും ഉന്നയിക്കേണ്ടതില്ല എന്ന് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്നു. എങ്കിൽ പോലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസക്തമായ ഇന്ത്യൻ ജനത ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, ഇവരുടെ ദേശബോധത്തിന്റെ വാൾ കണ്ട് ഭയപ്പെടാത്ത എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾ കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് തീരുമാനിക്കും നിലവിൽ അതുപോലും ചോദിക്കേണ്ടതില്ല, സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കണം. ആയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നേരിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു. കോൺഗ്രസ് സ്പോക്ക് പേഴ്സൺസിന്, കോൺഗ്രസ് വർക്കേഴ്സിന് നേരിട്ടൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്നു. പക്ഷെ വിജയ് ഷാ എന്ന് പറയുന്നത് നിങ്ങളുടെ മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രി പറഞ്ഞ പുലഭ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മധ്യപ്രദേശ് BJP ഘടകമെങ്കിലും ഒരു ആക്ഷൻ, ഒരു നടപടി ആ വിജയ് ഷായ്ക്കെതിരെ സ്വീകരിച്ചോ? നിങ്ങളുടെ BJP കേന്ദ്ര നേതൃത്വമെങ്കിലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് വിജയ് ഷായുടെ സ്റ്റേറ്റ്മെന്റ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ല. കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതിൽ വല്ലാതെ പൊള്ളുന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. ഇനി
പ്രിയപ്പെട്ട BJP പ്രതിനിധിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ഒന്ന്, അപർണ മുംബൈ ഭീകരാക്രമണം ചൂണ്ടിക്കാണിച്ചു. ആ ചൂണ്ടിക്കാണിച്ചപ്പോ ശ്രീ കൃഷ്ണദാസ് എന്താ പറഞ്ഞത്? അത് അവിടെയും ഇവിടെയൊക്കെ കുറെ കാലങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി ഇലക്ഷൻ റാലിയിൽ സംസാരിച്ചതാണ് എന്നാണ്. ന്യൂസ് 18 നാഷണലിന്റെ തന്നെ 16 വർഷം മുമ്പുള്ള 2018 ഫൂട്ടേജ് ആണ്. ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടാവും. ഒബ്രോയ് ഹോട്ടലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നവംബർ മാസം 30-ാം തീയതി, നവംബർ മാസം 26-ാം തീയതി അറ്റാക്ക് നടക്കുന്നു. നവംബർ മാസം 28-ാം തീയതി നരേന്ദ്രമോദി നേരിട്ട്, അതായത് 26-ാം തീയതി അറ്റാക്ക് നടക്കുന്നു. നമ്മുടെ കമാൻഡോസ് 28-ഉം 29-ഉം ദിവസങ്ങളിൽ അവിടെ തിരിച്ചു പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒബ്രോയ് ഹോട്ടലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദേശീയ മാധ്യമങ്ങളെ മുഴുവൻ കാണുകയാണ് നരേന്ദ്രമോദി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നട്ടലില്ലാത്തൊരു ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്, രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി. അത് മാത്രമല്ല അദ്ദേഹം ചെയ്തത് കേട്ടോ. നവംബർ മാസം 30-ാം തീയതി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗുജറാത്തിലെ പാവപ്പെട്ടവരുടെ ഖജനാവ് പണം എടുത്തുകൊണ്ട് 30-ാം തീയതി രാവിലെ ഗുജറാത്തിൽ പുറത്തിറങ്ങിയ എല്ലാ പത്രങ്ങളിലും, നാഷണൽ പത്രങ്ങളിൽ എല്ലായിടത്തും തന്നെ ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഫുൾ കോളം പരസ്യം വന്നു. എന്തായിരുന്നു അത്? ഇത് സുരക്ഷാ വീഴ്ചയാണ്. ആ സുരക്ഷാ വീഴ്ച UPA ഗവൺമെന്റിന്റെ പാഴ്പണിയാണ്, UPA ഗവൺമെന്റിന്റെ കൊള്ളരുതായികയാണ്, പോരായ്മയാണ്, അതുകൊണ്ട് രാജിവെക്കണമെന്ന് പറഞ്ഞ് രാജ്യത്ത് മുഴുവൻ പത്രങ്ങളിൽ ഖജനാവ് പണമെടുത്ത് പരസ്യം ചെയ്ത ആളുടെ പേരാണ് നരേന്ദ്രമോദി എന്ന്. ഇനി ഞങ്ങൾ ഭരിച്ചപ്പോൾ എന്തായിരുന്നു വ്യത്യാസം? നിങ്ങൾ ഭരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ദേശദ്രോഹിയാണ്, ചോദിക്കാൻ പാടില്ല. ഇപ്പൊ അമിത്ഷായ്ക്കും ഈ പറയുന്ന ജയശങ്കറിനും ഒപ്പം നിൽക്കണം. ഞങ്ങൾ ഭരിച്ചപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു. നവംബർ മാസം 30-ാം തീയതി, അതായത് നവംബർ 26-ന് അറ്റാക്ക് ഉണ്ടാവുന്നു. 28-ഉം 29-ഉം ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചടിക്കുന്നു. നവംബർ മാസം 30-ാം തീയതി ശിവരാജ് പാട്ടീൽ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി രാജിവെക്കുന്നു, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്. ഏത്? നവംബർ മാസം 30-ാം തീയതി അറ്റാക്ക് ഉണ്ടാക്കി 4-ാമത്തെ ദിവസം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ ആർജവം കാണിച്ച കോൺഗ്രസ് മന്ത്രിമാരുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് നവംബർ മാസം 26-ാം തീയതി അറ്റാക്ക് നടക്കുമ്പോൾ 3 ദിവസങ്ങളുടെ അപ്പുറത്ത് ഒബ്രോയ് ഹോട്ടലിന്റെ മുമ്പിൽ പോയി രാഷ്ട്രീയ മുതലെടുത്ത് നടത്താൻ ശ്രമിച്ച നരേന്ദ്രമോദിയുടെ കൂട്ടർ ഇന്ന് പറയുന്നത് ഇപ്പൊ കമാൻഡർ അക്ഷരം വേണ്ടിയേക്കുന്നത് അത് രാജ്യസ്നേഹത്തെ ബാധിക്കും, രാജ്യദ്രോഹമായി മാറും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആ ഉമ്മാക്കി, നിങ്ങളുടെ ആ ഭീഷണി, അതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുമ്പും ഇതുപോലെണ്ണം പുറപ്പെടുവിച്ചിരുന്നു. അവരുടെ കണ്ടതാണല്ലോ അല്ലെ? സൂറത്ത് കോടതി പുറപ്പെടുവിച്ചതിന്റെ പിറ്റേത് മാസം സൂറത്ത് കോടതിയിലെ ജഡ്ജിയെ ഉദ്ദിഷ്ടകാലത്തിന് ഉപകാരസ്മരണ എന്നോളം ജില്ലാ ജഡ്ജിയായി പ്രൊമോട്ട് ചെയ്തു ഈ സർക്കാർ. ഏത് സർക്കാർ? അവിടം ഭരിക്കുന്ന BJP സർക്കാർ. ഏത് സർക്കാർ? കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ. ഇനി ഈ കോടതിയിലെ ജഡ്ജിക്ക് കൂടി എത്ര പെട്ടെന്നായിരിക്കും പ്രൊമോഷൻ വരുന്നത് എന്നത് നമ്മൾ കാത്തിരുന്നാൽ മതി. അതുകൊണ്ട് രാജാവിനെ എതിർവാക്കില്ലാത്തൊരു രാജ്യത്ത്, രാജ്യദ്രോഹമാകുന്ന ഒരു രാജ്യത്ത്, രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രത്തിനെതിരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്ത് സത്യം തുറന്നു ഒറ്റ വരി വസന്ത്, ഞാൻ അടുത്ത ആൾ കടക്കുന്നതിന് മുന്നേ ഒന്ന് ചോദിച്ചോട്ടെ. ഈ പൂഞ്ചിൽ അദ്ദേഹം ചെല്ലുന്നു, പൂഞ്ച് ട്രാജഡി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് ടെറർ അറ്റാക്കിനെ ട്രാജഡിയാക്കി ചെറുതാക്കി കളഞ്ഞു രാഹുൽ ഗാന്ധി എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ഒപ്പം നേരത്തെ പി കൃഷ്ണദാസ് പറഞ്ഞല്ലേ, പാകിസ്ഥാനിലുള്ളവർ ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടിരുന്നൊരു സാഹചര്യം മാറ്റാൻ പാകിസ്ഥാന് കഴിഞ്ഞത് ഇവിടെയുള്ളവരുടെ ഈ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പറയുന്നതിലില്ലേ സാങ്കത്യം? അല്ല അപർണ, അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ മാത്രം ട്വീറ്റുകളല്ല പാകിസ്ഥാൻ ഹാൻഡിലുകൾ ഉപയോഗിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെയാണ്. അത് അവർ തിരുത്തട്ടെ, അപ്പൊ നമുക്ക് തിരുത്താം. അങ്ങ് ചോദിച്ചതുപോലെ ട്രാജഡി എന്ന് പറയുമ്പോൾ അത് അവരുടെ മനസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വാക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ സംബന്ധിച്ചില്ലല്ലോ നമ്മുടെ ഫ്രം ദ ബിഗിനിങ് എന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെ വായിക്കണമെന്ന് ഇവർ പറഞ്ഞല്ലോ. അപ്പൊ ഇതും അങ്ങനെ വായിച്ചാൽ മതി എന്നുള്ളതാണ് ആ കാര്യത്തിൽ നിലപാട്. ഓക്കെ, ഞാൻ തിരികെ ശ്രീ ബിജു നായർ, ഒരു നേതാവല്ല രവിശങ്കർ പ്രസാദ് ഒക്കെ ഇന്റലിജൻസ് ഒക്കെ പരാജയപ്പെട്ടു എന്നാണ് അന്നൊക്കെ പറഞ്ഞത് ഈ മുംബൈ ഭീകരാക്രമണ സമയത്തൊക്കെ. ഇതൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് ജനാധിപത്യം നൽകുന്നത്. അതാണ് ഇന്ത്യ. പാകിസ്ഥാനും ഇന്ത്യയും 2 തരത്തിൽ നിൽക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ പ്രതിനിധി സംഘങ്ങളൊക്കെ പുറത്തു പോയിരിക്കുന്നത് 2 തരത്തിലാണ് നമ്മളിത് കാണുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജനാധിപത്യത്തിന്റെ അവകാശം ഇവിടെയുള്ള ജനങ്ങൾക്കില്ലേ, ജനപ്രതിനിധികൾക്കില്ലേ എന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. അതിന് പകരം പാകിസ്ഥാനിന്റെ പ്രോപ്പഗാൻഡ നടപ്പാക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നിടത്ത് ഒരു മര്യാദ കേടില്ലേ? അപർണ, ഈ ഒരു തുലനം വളരെ സത്യമായ ഒരു തുലനം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മുംബൈ ഭീകരാക്രമണത്തെയും പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെയും തുലനം ചെയ്യുക തന്നെ വേണം. അന്ന് നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്
എന്താണ് പരസ്യം കൊടുത്തത് എന്ന് ജനങ്ങൾ അറിയുക തന്നെ വേണം. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ജനങ്ങൾക്ക് വേണ്ട രാഷ്ട്രീയത്തിനായി BJPക്ക് എന്തു ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അന്ന് മോദിജിയുടെ നേതൃത്വത്തിൽ BJP എടുത്ത നിലപാടുകളാണ് BJPയെ അധികാരത്തിലെത്തിച്ചത്. കാരണം ജനങ്ങൾ BJPയോടൊപ്പമായിരുന്നു. ഇന്ന് കോൺഗ്രസ് ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഓരോ ട്വീറ്റുകളും ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പമുണ്ടോ എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ജനങ്ങളല്ല, ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അവർ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇന്ന് ജനങ്ങൾ അവരെ നിരാകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ശശി തരൂർ എത്ര വ്യക്തമായാണ് കോൺഗ്രസിന്റെ നേതൃത്വം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് BJPക്ക് നൽകുവാൻ കഴിയുന്നതിനേക്കാൾ ശക്തവും വ്യക്തവുമായ ഉത്തരങ്ങളുമായി ഇന്ന് ശശി തരൂർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവിടെയാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ശശി തരൂരിനോടൊപ്പമാണ്. അപ്പോൾ ശശി തരൂരിന് താക്കീത് നൽകുവാനും അദ്ദേഹത്തെ പാർശ്വവൽക്കരിക്കാനും ഒക്കെയാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അവിടെയാണ് നമുക്ക് വളരെ വ്യക്തമായി പറയുവാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ട്രാറ്റജി തെറ്റാണ്. അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കാം, BJPയെ ഒന്ന് പിറകോട്ടടിക്കുവാൻ, രാഷ്ട്രീയ ലാഭം കൊയ്യുവാൻ അവർ കാണുന്ന ആ ഒരു സ്ട്രാറ്റജി അത് അവരെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി. നമ്മുടെ വിദേശകാര്യ മന്ത്രി ലീക്ക് ചെയ്ത് കൊടുത്തത് കൊണ്ട് പാകിസ്ഥാന് മേൽക്കൈ കിട്ടി. അതുപോലെ തന്നെ പാകിസ്ഥാൻ നടത്തുന്ന ഷെൽ ആക്രമണങ്ങൾ അതൊരു ട്രാജഡിയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് കാശ്മീരിലെ ജനങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, ഇന്ത്യയിൽ ഒട്ടാകം നടന്ന് കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് ഷെൽ ആക്രമണം കൊണ്ട് നേരിടുന്ന ആ ഒരു വേദന, ആ ഒരു ദുരന്തം പറയണമെന്നാണ്. അത് പറയേണ്ടത് പാകിസ്ഥാനോടല്ലേ. ഇന്ത്യയിൽ നടന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യം? പാകിസ്ഥാനാണ് ഷെല്ലാക്രമണം നടത്തുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി അറിഞ്ഞോ അറിയാതെയോ ഇന്ന് പറയുന്നതെല്ലാം പാകിസ്ഥാന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ട്വിറ്റർ ഹാൻഡിലുകൾ അവർ അതെടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അതൊന്നുമല്ല, ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് ഇന്ത്യയുടെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള രാഷ്ട്രീയമാണോ? സാധാരണ ജനങ്ങൾ പിന്താങ്ങുന്നത് പോകട്ടെ, അവർ വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം പോലും അല്ല ഇത്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ അങ്ങനെ അദ്ദേഹത്തെ ഉപദേശിച്ചതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് വെറും സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള തെറ്റുകളാണ് ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും വ്യക്തമായി ശശി തരൂർ നമുക്ക് വരച്ചു കാണിക്കുകയാണ്. എന്നിട്ടും ഇവർ ഒരു പാഠവും പഠിക്കുന്നില്ല. ശശി തരൂരിനെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഇരവാദം മുഴക്കുകയാണ്. ഇരവാദം എന്താണ്? രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ BJPക്ക് പേടിയാണോ? അതൊന്നുമല്ല. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ ഇവിടെ ആർക്കും ഒരു പേടിയുമില്ല എന്ന് മാത്രമല്ല, അത് പാകിസ്ഥാന് ഗുണപ്പെടുകയും ചെയ്യുന്നു. അതും ഒരു പ്രശ്നമല്ല. അതിനും വലിയൊരു പ്രശ്നം, ഇന്ത്യയിലെ പ്രതിപക്ഷം ഇത്രത്തോളം ശോഷിച്ചു പോകുന്നു, ഇത്രത്തോളം അത് വീക്കെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആദ്യം ഇന്ത്യക്കും അതുപോലെ സൈന്യത്തിനും അതുപോലെ സർക്കാരിനും നിരുപാധിക പിന്തുണ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള യാതൊരു അവസരവുമില്ലായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ 10 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ ചോദിച്ചു, എവിടെ തിരിച്ചടി, എവിടെ ഭീകരർ? അപ്പോൾ അവർ ചെറുതായി രാഷ്ട്രീയ മുതലെടുപ്പ് തുടങ്ങി എന്നുള്ളതാണ് സത്യം. പക്ഷേ പിന്നെ തിരിച്ചടി ഉണ്ടായപ്പോൾ കുറച്ചു കാലം അവർ വീണ്ടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതോ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ സീസ് ഫയർ ഉണ്ടായതോടുകൂടി വീണ്ടും ചോദ്യങ്ങളായി, വീണ്ടും പലതരത്തിലുള്ള തുലനങ്ങൾ. പണ്ട് ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ അടിച്ചു തരിപ്പണമാക്കിയില്ലേ എന്നൊക്കെയുള്ള പല തുലനങ്ങളും അവിടെ ഉണ്ടായി. പക്ഷെ അതിനൊക്കെ ശശി തരൂർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഇതൊരു വാറല്ല, ഇതൊരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് മാത്രമാണ്. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, അത് നേടിയെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഉടനെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ എടുത്തുകൊണ്ടുവന്ന് അത് വെച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുവാൻ നോക്കി. പക്ഷെ അത് ട്രംപ് തന്നെ മാറ്റി പറഞ്ഞതോടുകൂടി അതിനുള്ള അവസരവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പല പ്രസ്താവനകൾ പറയുകയും അതെല്ലാം ജനങ്ങൾ തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്നു. അതിലൊന്നും കടന്നില്ലെങ്കിലും എവിടെ ഭീകരർ എന്നുള്ള ചോദ്യം താങ്കളും ചോദിച്ചു. അത് രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചു, തിരിച്ചടി കൊടുക്കട്ടെ, എവിടെയാണ് ഭീകരർ? ഈ പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ട 26 പേരുടെ ബന്ധുക്കൾ അത് ആലോചിക്കുന്നുണ്ടാവില്ലേ? അതിനുവേണ്ടി ചോദിക്കാനുള്ള ഒരു ബാധ്യത പ്രതിപക്ഷത്തിനല്ലേ? തീർച്ചയായും. ഇപ്പോൾ
ഇത്തരത്തിൽ ഇതിനെ വരച്ചു കാട്ടുവാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതമായ ഒരു കാര്യം. നമ്മുടെ നാട്ടിലെ നഷ്ടപ്പെട്ട ജീവനുകൾ ഇന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ അതുപോലെ തീവ്രവാദികളെ ഇങ്ങനെ ദിനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കൊന്നു തള്ളിയാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ ഒരു തീവ്രവാദ ആക്രമണത്തിൽ മരണപ്പെട്ട ആരും ഒരു കുടുംബവും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നത് മനുഷ്യത്വരഹിതമാണ്. ഇന്നിപ്പോൾ ആ തീവ്രവാദികളെ പിടിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അത് നമ്മുടെ സേനയുടെ കഴിവുകേടാണ്, നമ്മുടെ സർക്കാരിന്റെ കഴിവുകേടാണ് എന്നൊക്കെ പറയുന്നത് വെറും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ്. ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഭീകരാക്രമണത്തിന് വ്യക്തമായ ഒരു തിരിച്ചടി നൽകി. നമുക്ക് പരസ്യമായി ചോദിക്കേണ്ട, പക്ഷേ പാർലമെന്റ് സമ്മേളനം വിളിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ജനപ്രതിനിധികളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. ഈ പരസ്യമായി ചോദിക്കുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ അതിന് മുൻപ് തന്നെ ആ ജനപ്രതിനിധികൾക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്തുകൂടെ? ഇത് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൂടെ? എന്തിനാണ് അതിലൊരു വ്യത്യാസം കാണുന്നത്? ഇതിൽ യാതൊന്നും മറച്ചു വെക്കുവാനില്ല. ഇന്ന് അതിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം. ബാക്കിയുള്ളവരെ ഇന്നും പിടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സർക്കാരും പറയുന്നത്. കാരണം പിടിച്ചിട്ട് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടുത്തെ ചോദ്യം, അവരെ പിടിച്ചു കൊന്നു തള്ളിയില്ലെങ്കിൽ അത് ഈ ഭീകരാക്രമണത്തിൽ മരിച്ചവരോടുള്ള അനാദരവാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഭാഷ്യം അത് നമ്മൾ നിർത്തിയേ പറ്റൂ. കാരണം അതിന് യാതൊരു സ്റ്റാൻഡിങ്ങും ഇല്ല. ഇന്ന് നമ്മുടെ സർക്കാർ വളരെ വ്യക്തമായി തന്നെ തിരിച്ചടി നൽകേണ്ടവർക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരെ ഒന്നും വെറുതെ വിടുവാൻ പോകുന്നില്ല. നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഒരാളെ പോലും ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 10-15 വർഷത്തിന് ശേഷമാണ് നമുക്ക് പിടിക്കുവാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എവിടെ പോയി വിളിച്ചാലും അവരെ പിടിക്കും എന്ന് തന്നെയാണ് സത്യം. പക്ഷേ ആ പിടിക്കുന്നതിന് ഒരു ദിനം, അതായത് ഒരു ഡെഡ് ലൈൻ കൊടുക്കുവാൻ ഇന്ന് ആരാണ് മുന്നോട്ട് വരുന്നത്? കോൺഗ്രസ് അങ്ങനെ ഒരു ഡെഡ് ലൈൻ മുന്നോട്ട് വെക്കുമോ? അങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലത് തന്നെ. പിടിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായ ഒരു ചോദ്യങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചോദിക്കരുത് എന്ന് കൂടിയാണോ? തീർച്ചയായും അങ്ങനെയല്ല. ചോദിക്കുന്നവർക്ക് ജനങ്ങൾ മറുപടി നൽകും. കാരണം ജനങ്ങൾക്കറിയാം ഇതിന്റെ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, മനുഷ്യത്വരഹിതമായ ഇത്തരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആശയ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ചോദിക്കുക തന്നെ ചെയ്യും, ചോദിക്കട്ടെ. പക്ഷെ ജനങ്ങളാണോ തീരുമാനിക്കേണ്ടത് ഈ ചോദ്യങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണോ അതോ ഇത് ജനങ്ങളോട് കൂടിച്ചേർന്ന് നിന്നുള്ള ചോദ്യമാണോ എന്നുള്ളത്. അവിടെയാണ് കോൺഗ്രസിന് പിഴയ്ക്കുന്നത്. ഈ ചോദ്യങ്ങൾ ഇന്ന് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയേനെ. മൻമോഹൻ സിംഗ് സർക്കാരിനെ അങ്ങനെ പ്രതിക്കൂട്ടിലാക്കുവാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം മൻമോഹൻ സിംഗ് അന്ന് മുംബൈയിൽ വന്ന് താങ്കൾ പറയുന്നതിന് ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. ഡൽഹിയിലും രാജസ്ഥാനിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് മുംബൈ ഭീകരാക്രമണത്തിന് സർക്കാർ പരാജയപ്പെട്ടു എന്ന് BJP പറഞ്ഞത്. എന്താണ് ആ സമയത്ത് വോട്ടെടുപ്പ് നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു വിഷയം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ അപ്പോൾ ഉണ്ടായിട്ട് അവർ മുതലെടുപ്പ് നടത്തട്ടെ, അപ്പോൾ അറിയാം എന്നാണോ പറയുന്നത്? താങ്കൾ തന്നെ പറയുന്നതിനെ താങ്കൾ തന്നെ ഖണ്ഡിക്കുന്നു. തീർച്ചയായും ഞാൻ വളരെ വ്യക്തമായി തന്നെയാണ് പറയുന്നത്. ജനങ്ങളാണ് ഇതിൽ വിധി എഴുതേണ്ടത്. ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണോ അതോ ഇതൊരു യഥാർത്ഥ പ്രശ്നമാണോ? നമ്മുടെ ഇന്ത്യൻ ജനത ഇന്ന് സുരക്ഷിതത്വ ബോധത്തോടു കൂടിയാണോ ജീവിക്കുന്നത്? നമ്മുടെ സേനയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ആ സുരക്ഷിതത്വ ബോധം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് പറയേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് അതിന് വിധി എഴുതി കഴിഞ്ഞു. ഞാൻ തിരികെ എത്താം. ശ്രീ ഗോപകുമാർ സാറും നമുക്കൊപ്പം ചേർന്നുണ്ട്. CP സത്യൻ, എനിക്ക് അങ്ങോട്ട് കടക്കാനേ കഴിഞ്ഞില്ല, ഒരല്പം വൈകി തുടങ്ങിയത് കൊണ്ട് വളരെ പെട്ടെന്ന് രണ്ടുപേരിലേക്കും കൂടെ വരാം. ഡിബേറ്റ് തുടരുമ്പോൾ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു ശ്രീ ഗോപകുമാർ, ഡോക്ടർ ജി ഗോപകുമാറൊപ്പം CP സത്യൻ ഒരല്പം ലേറ്റ് ആയതുകൊണ്ട്. ശ്രീ ഗോപകുമാർ, ശ്രീ ജി ഗോപകുമാർ, രാഷ്ട്രമുണ്ടെങ്കിലാണ് രാഷ്ട്രീയം ഉണ്ടാവുക. ആ വാക്ക് പലതവണ ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വരുന്നു. ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമുള്ള രാജ്യമായതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്ന് പറയാൻ പ്രതിനിധി സംഘങ്ങൾ വരെ ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന സമയം കൂടിയാണ്. ഈ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയം ഇതാണോ? ഇതിനകത്ത് രാഷ്ട്രീയം കലരുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് പാകിസ്ഥാന്റെ പ്രൊപ്പഗാൻഡ നടപ്പാക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം ശക്തമായി BJP പോലെ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിലൊരു പോസ്റ്റർ യുദ്ധം പോലും നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഇത് ഏത് തരത്തിലാണ് താങ്കൾ കാണുന്നത്? പൊതുവെ ഒരു യുദ്ധാന്തരീക്ഷം നടക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും തിരിച്ചടി കിട്ടുന്നത് പൊതുജനാഭിപ്രായത്തിനാണ്. യുദ്ധമാണെങ്കിൽ അത് പറയുകയും വേണ്ട. പബ്ലിക് ഒപ്പീനിയൻ ഈസ് ഓൾവേസ് എ കാഷ്വാലിറ്റി. ഇവിടെ യുദ്ധാന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്.
അത് ഇനിയും ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഇനിയും സാഹചര്യങ്ങൾ ഇതുപോലെ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, സാമാന്യ ബുദ്ധിക്കറിയാം. പാകിസ്ഥാനിൽ നിന്ന് ഇത്തരം പ്രൊവക്കേഷൻസ് വരും. നമുക്ക് നേരിടേണ്ട ഒരുപാട് വെല്ലുവിളികളുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും, ഇക്കാര്യത്തിൽ കൂടുതൽ പക്വത കാണിക്കണം. ആ മെച്യൂരിറ്റിയുടെ ഒരു കുറവ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശിലെ മന്ത്രി പറഞ്ഞ അബദ്ധവും അതും ആക്ഷേപിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രതിപക്ഷത്തിനകത്ത് നടത്തുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് പാകിസ്ഥാന് കൂടുതൽ വെയിറ്റേജ് കിട്ടി എന്നൊക്കെ പറയുന്നത്, അതൊന്നും അങ്ങനെയല്ല. വാസ്തവത്തിൽ ചെയ്യേണ്ട എന്താണ്, ഇങ്ങനെ ഒരു വാർ അറ്റ്മോസ്ഫിയർ ഉള്ളപ്പോൾ നമ്മൾ ഒരു കൂളിംഗ് ഓഫ് പീരീഡിന് കാത്തിരിക്കണം. കുറഞ്ഞ പക്ഷം അടുത്ത പാർലമെന്റ് വിളിക്കുന്നതുവരെയെങ്കിലും പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിന് മുന്നോട്ട് പോകാതിരിക്കണം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചോദിക്കാം, ഡെലിഗേഷനുണ്ട്, അവിടെ ചോദിക്കാം. ഇപ്പോൾ തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിലേക്ക് ആൾക്കാരെ വിട്ടത് വളരെ നല്ല കാര്യം. കാരണം പബ്ലിക് ഡിപ്ലോമസി നമ്മൾ അങ്ങനെയാണ് എൻലാർജ് ചെയ്യുന്നത്. രാജ്യത്തിന് പുറത്ത് നമുക്ക് വേണ്ടിയുള്ള ഒരു പൊതുജനാഭിപ്രായം ഉണ്ടാക്കാൻ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തേ തീരും. നല്ല കാര്യം. ഭരണകക്ഷിയും പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ ഉള്ളതാണ് അതിലെ വിജയം. അങ്ങനെ പുറത്തേക്ക് നമ്മൾ ഒരു വോയിസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അകത്ത് ഇത്തരം ഘട്ടങ്ങളിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുക. അത് ഇപ്പോഴല്ല, ഒരു കൂളിംഗ് ഓഫ് ടൈം വേണമായിരുന്നു. അതിനു മുമ്പ് ഇത് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ അത് ഒരുപാട് അപകടം ചെയ്തു. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് പറയുന്നത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ എന്നാണോ ആ കൂളിംഗ് ഓഫ് പീരീഡിനെ താങ്കൾ പറയുന്നത്? ഇടപെടൽ ക്ഷമിക്കണം, അതാണോ അത്രയും നീണ്ട? അല്ല, ഞാനങ്ങനെ ഞാൻ സൂചിപ്പിച്ചല്ലോ. ഒന്നുകിൽ എല്ലാ പാർട്ടികളുടെയും ഡെലിഗേഷന്റെ ചർച്ചകൾ വരുമ്പോൾ അവിടെ ഇത് റേസ് ചെയ്യാം. അത് പലതും പാർലമെന്റിനകത്ത് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്ത് അത് കൂടുതൽ കോൺട്രവേഴ്സി കൊണ്ടുവരുന്നതിനകം ആൾ പാർട്ടി ഡെലിഗേഷന്റെ ചർച്ചകൾ എത്രയോ നടന്നു. ഇതിനിടയ്ക്ക് തന്നെ നടന്നു. പ്രധാനമന്ത്രി അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളൊരു പരാതി അവിടെയുണ്ട്. പക്ഷെ അതർവൈസ് പാർട്ടി ഡെലിഗേഷൻ എല്ലാവരും കൂടി ചേർന്നുള്ള മീറ്റിംഗ് വന്നു, അവിടെ ഇത് ചോദിക്കാം. രണ്ടാമത് ഇത് പാർലമെന്റ് വിളിച്ചുകൂട്ടുന്നതാണ് പ്രധാനം. ഞാനത് സൂചിപ്പിച്ചാണ്. അടുത്ത പാർലമെന്റ് ഇലക്ഷൻ അല്ല, പാർലമെന്റ് വിളിച്ചുകൂട്ടും. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. ഒരു പാർലമെന്ററി ജനാധിപത്യത്തിനകത്ത് മെച്യൂരിറ്റി കാണിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ വളരെ പെട്ടെന്ന് ബ്രിട്ടനിൽ നടന്നൊരു കഥ പറയാം. 1982-83 കാലഘട്ടത്തിൽ ഫോക്ലാൻഡ് യുദ്ധം അർജന്റീനയുടെ മേൽ ബ്രിട്ടൻ അടിച്ചേൽപ്പിച്ചതാണ് എന്നുള്ളൊരു വലിയൊരു ആക്ഷേപം യുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് മാർഗരറ്റ് താച്ചറിനെതിരെ കൊണ്ടുവന്നു. നീൽ കിന്നോക്ക് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പേര്. അദ്ദേഹം വെറുതെ അല്ല പറഞ്ഞത്, ഇതേപോലെ പ്രസംഗിച്ചങ്ങ് പോവുകയല്ല. ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള ഡേറ്റ ഉണ്ടായിരുന്നു. ആ ഡേറ്റ വെച്ച് അർജന്റീനയുടെ ഒരു സബ്മറൈനെ ടോർപിഡോ ചെയ്തത് പ്രൊവക്കേറ്റീവ് ആയിരുന്നു. നിങ്ങളത് അത് പ്രത്യേകിച്ച് അത് ഫയറിംഗ് ഡിസ്റ്റൻസിന് വളരെ ദൂരെ നിൽക്കുന്ന ഒരു സബ്മറൈനെ ടോർപിഡോ ചെയ്യുന്നത് എന്ത് തീരുമാനമായിരുന്നു എന്നുള്ളത് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെക്കോർഡുകൾ കളക്ട് ചെയ്ത് ആ എവിഡൻസോട് കൂടിയാണ് പാർലമെന്റ് ചോദ്യം ചെയ്തത്. അത് താച്ചറിന് ഒന്നും പറയാൻ പറ്റിയില്ല, വളരെ ഡിഫെൻസീവായി പോയി. സ്പീക്കർ താച്ചറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ടെന്ന്. താച്ചർ പറഞ്ഞ മറുപടി, ഡിഫൻസ് ഒഫീഷ്യലിനെതിരെ ഞാൻ നടപടിയെടുക്കുമെന്നാണ്. അതിന് തിരിച്ച് സ്പീക്കർ പറഞ്ഞ വ്യക്തമായൊരു മറുപടി, കൺസർവേറ്റീവ് പാർട്ടിയിലെ സെയിം പാർട്ടിയുടെ മെമ്പർ ആണെങ്കിൽ പോലും അവിടുത്തെ സ്പീക്കർ നിഷ്പക്ഷത അവിടെ വെളിയിൽ വന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു പാർലമെന്റ് മെമ്പറിന് അത് ചോദിക്കാനും അവകാശമുണ്ട്, അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്. അതുകൊണ്ട് രണ്ടുപേരും ചെയ്ത് കൃത്യമായ കാര്യമാണ്. ശരിക്കും ഈ യുദ്ധത്തിൽ അടിച്ചേൽപ്പിച്ചൊരു യുദ്ധമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് സ്പീക്കർ പറഞ്ഞു. ആ സബ്മറൈന്റെ പേര് ബെൽഗ്രാണോ എന്നാണ്. ജനറൽ അങ്ങനെ ഒരു പാർലമെന്റ് സെഷൻ വിളിക്കുകയാണെങ്കിൽ അതിൽ ചോദിക്കും. പക്ഷെ ആ സെഷൻ വിളിക്കുന്നില്ലല്ലോ എന്താണല്ലോ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അങ്ങനെ ഒരു സെഷൻ വിളിക്കുന്നില്ല, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നില്ല, പിന്നെ ഇതെവിടെ പറയും? അതല്ലേ ഞാൻ പറഞ്ഞ വാക്ക്, കൂൾ ഓഫ് അപർണ. കേൾക്കുക അപർണ, കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ കൂളിംഗ് ഓഫ് പീരീഡിന് ഒരു മിനിമം ടൈം കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഒരു 2 മാസം കൊടുത്തുകൂടെ? എനിക്ക് എന്റെ കയ്യിൽ ടൈം കൊടുക്കാൻ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ അതോറിറ്റി ഒന്നുമല്ല. പക്ഷെ കൂളിംഗ് ഓഫ് ടൈം വേണം. കാരണം അതാണ് അതിന്റെ പ്രധാന വിഷയം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൂളിംഗ് ഓഫ് പീരീഡ്? ഒരു പക്ഷേ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പുറത്ത് സന്ദർശനങ്ങൾ പ്രതിനിധി സംഘങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ടോ, അതോ മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഒരു പിന്തുണ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടോ, അതോ സൈനിക ഓപ്പറേഷൻസുകൾ ഇപ്പോഴും അവസാനിക്കാത്തതുകൊണ്ട്? എന്തുകൊണ്ടാണ് ആ കൂളിംഗ് ഓഫ് പീരീഡിന്റെ ആവശ്യം? എന്തുകൊണ്ടാണ് കൂളിംഗ് ഓഫ് പീരീഡ് ഇല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഗവൺമെന്റിന്റെ പ്രവർത്തനം ദുർബലമാണെന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങൾ മനസ്സിലാക്കും. ഇതാണ് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കേണ്ടത്. രാജ്യം ഒറ്റക്കെട്ടാണെന്ന് കാണിക്കുമ്പോഴാണോ കൊച്ചു കൊച്ചു പാർട്ടികൾ വന്നിട്ട് ഗവൺമെന്റ് അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഈ ചെയ്തത് ശരിയല്ല, ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിംഗ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലെ
പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ട്വിറ്റർ ഹാൻഡിൽസിലേക്ക് അത് പോകുന്നു. അത് അപകടമാണ്. രാഷ്ട്രീയ പാർട്ടികൾ പക്വത കാണിച്ചേ പറ്റൂ. ഇനിയും ഇത്തരം യുദ്ധാന്തരീക്ഷം വരുമ്പോൾ ഇത് പറഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നറേറ്റീവ് മാറും, ആഖ്യാനം മാറും. അവിടെ ഒരു വശത്ത് തീവ്ര ദേശീയത വരും, മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ ആക്രമണം രാജ്യത്തിന്റെ ഐക്യത്തിനെതിരെയുള്ള ആക്ഷേപമായിട്ട് വരും. ഇത് രണ്ടും ദേശീയ ഐക്യത്തിന് ദുർബലമാക്കും അപർണ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂളിംഗ് ഓഫ് ടൈം മസ്റ്റാണ്. അതിനൊരു സമയം പ്രിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആളല്ല. എന്തായാലും പാകിസ്ഥാൻ കുറച്ചു നാളത്തേക്കെങ്കിലും നമ്മൾ ഉപദ്രവിക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡെലിഗേഷൻ കൊടുക്കുമ്പോൾ പാർലമെന്റിനകത്തോ അതല്ലെങ്കിൽ ഡെലിഗേഷൻ വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ വെച്ചോ ചോദിക്കാമല്ലോ. ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വിഴുപ്പലക്കണം എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. മാധ്യമങ്ങളുടെ മുമ്പിൽ വിഴുപ്പലക്കുമ്പോഴല്ലേ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ഒരു വശത്ത് ശ്രമിക്കുന്നത്. മറുവശത്ത് രാജ്യം ഒറ്റക്കെട്ടാണെന്നൊരു സന്ദേശം കൊടുക്കേണ്ട സമയത്ത് കൂളിംഗ് ഓഫ് പീരീഡ് വേണ്ടേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഗവൺമെന്റ് അല്ല, രാജ്യമാണ്. നിങ്ങൾ തുടങ്ങി വെച്ചതല്ലേ, രാഷ്ട്രമാണ് വലുതെന്നല്ലേ പറഞ്ഞത്. അപ്പൊ രാഷ്ട്രമാണ് രാഷ്ട്രീയത്തെക്കാൾ വലുതെങ്കിൽ ഇത് കൂളിംഗ് ഓഫ് ടൈം അത്യാവശ്യമാണ്. അവിടെയാണ് പാർട്ടികൾ പരാജയപ്പെട്ടത്. ഓക്കെ റൈറ്റ്. ഒന്ന് ഇടപെട്ട് ഞാൻ തിരികെത്താം. ശ്രീ സി പി സത്യൻ, ഏത് തരത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നു? ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു, സംസാരിച്ചു എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിയാണ് ഈ വിമർശനങ്ങളൊക്കെ നടന്നത്. ഇത് പക്ഷേ കോൺഗ്രസിന് ഗുണകരമായിട്ട് വരുന്നുണ്ടോ? പലതിലും ഡാറ്റയില്ല, പലതും തിരുത്തേണ്ടതായിട്ട് വരുന്നു. പൂഞ്ചടക്കമുള്ള വിഷയങ്ങൾ ഇത് പ്രസ്താവനയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയം ഈ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത് അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. പ്രതിനിധി സംഘങ്ങളെ പുറത്തേക്ക് ഇന്ത്യ അയച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഒരു പക്ഷേ ഇതൊരു വല്ലാത്തൊരു എടുത്തുചാട്ടം കാണിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഈ തരത്തിലായിരുന്നില്ല പ്രതികരിക്കേണ്ടത് എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും പറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് പോകുമോ? ഇത് ഗുണകരമാണോ കോൺഗ്രസിന്? അവരുടെ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായിട്ട് ഒരു യുദ്ധവും ഒരു യുദ്ധത്തിന്റെ രാഷ്ട്രീയവുമുണ്ട്. നമ്മൾ ഇതിനെ ഈ രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെ കാണണം. ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് മുങ്ങിപ്പോകുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് പുൽവാമയിൽ 40-ൽ പരം CRPF ജവാന്മാരെ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ പഹൽഗാമില് അതായത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞിട്ട് ഇന്ത്യക്കാർക്ക് എല്ലാം വളരെ പരിപൂർണ സുരക്ഷിതത്വം ഒരുക്കിക്കൊണ്ട് എല്ലാവരും വരൂ എന്ന് സകല ടൂറിസ്റ്റുകളെയും വിളിച്ചു വരുത്തി കംപ്ലീറ്റ് ആയിട്ട് കശ്മീർ തുറന്നു കൊടുത്തവർക്ക് എല്ലാ സുരക്ഷയും വാഗ്ദാനം ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. അങ്ങനെ ആ കേന്ദ്ര സർക്കാർ അവരുടെ തൊട്ടു മുന്നിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ 26 പേര് വെടിയേറ്റ് വരികയാണ് ഭീകരരുടെ. അപ്പൊ ഇതിന്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആരാണ്? അതായത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന ശ്രീമാൻ അമിത്ഷാ ഈ കഴിഞ്ഞ 2 വലിയ കോൺഫ്ലിക്റ്റുകളിൽ വിവരശേഖരണത്തിനും ഇന്റലിജൻസിനും അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ട മന്ത്രിയോട് രാജി ആവശ്യപ്പെട്ടാൽ അത് രാജ്യദ്രോഹമാകുമോ? അതല്ലേ ജനാധിപത്യം? ഈ മന്ത്രി ഇന്ത്യയിലെ ഏറ്റവും സർവശക്തനാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ BJP അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ ഏറ്റവും മിടുക്കനാണ് എന്ന് BJP അവകാശപ്പെടുന്നു. ഈ ആഭ്യന്തരമന്ത്രി ഭരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, ഇതുപോലെ ദുരന്തം, ഇതിനേക്കാൾ വലിയൊരു ദുരന്തമാണ് മുംബൈയിൽ ഉണ്ടായത്. മുംബൈയിൽ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ കൃത്യം നടുക്കുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. CSTയുടെ വെടിവെപ്പ് നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് താജിന്റെയും ട്രൈഡന്റിന്റെയും ഒക്കെ മുന്നിൽ താജ് കത്തുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അത് ആ സമയത്ത് ഇതേ BJP നേതൃത്വം അന്ന് അവിടെ വന്നിട്ട് നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ അവര് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിനെ വിമർശിക്കാനാണ്. അന്ന് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല BJP ചെയ്തത്, മറിച്ച് ഗവൺമെന്റ് ഏറ്റവും മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന്, അതായത് 2008 നിന്ന് 2025 വരുമ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടർ രാജ്യമാണ് വലുത് എന്ന് പറയുന്നതിന്റെ സാങ്കത്യവും മനസ്സിലാവുന്നില്ല. അന്ന് ഇത് പറഞ്ഞ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യൻ ജനത ഉയർത്തെഴുന്നേൽക്കുകയോ പുള്ളിയെ രാജ്യദ്രോഹി എന്ന് വിളിക്കുകയോ ചെയ്തില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്നവരെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നതും മര്യാദയല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മളൊരു ജനാധിപത്യ സർക്കാരാണ്. ഒരു യുദ്ധമല്ല, ഇതൊരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, അതാണ് കൃത്യമായ വാക്ക്. അത് നടക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൽകുകയായിരുന്നു. അതിനുശേഷം ഈ ഇന്ത്യയുടെ ഈ പറഞ്ഞ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യൻ സർക്കാർ കാണിക്കേണ്ട ഒരു സുതാര്യത സർക്കാർ കാണിച്ചിട്ടില്ല. അതായത് കൃത്യമായിട്ട് ഇന്ത്യക്ക് എത്ര നഷ്ടമുണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണല്ലോ നമ്മൾ ഈ ഉപകരണങ്ങളും എല്ലാം വാങ്ങുന്നത്, പട്ടാള ഉപകരണങ്ങളായാലും വിമാനങ്ങളായാലും ഒക്കെ.
അപ്പൊ ഇതൊക്കെ തകർന്നു വീണിട്ടുണ്ടോ? ഇത് അറിയാനുള്ള ഒരു അവകാശം അല്ല, ജനങ്ങൾക്കില്ലേ? ശ്രീ സി അതായത് ബി സത്യ, ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, ശ്രീ സി ബി സത്യ, ഞാൻ രണ്ട് ചോദ്യം. ഒന്ന്, ഈ നേരത്തെ ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ ഇതിലൊരു കൂളിംഗ് ഓഫ് പീരീഡ്, അതിനൊരു സമയമില്ലേ? പ്രത്യേകിച്ച് പ്രതിനിധി സംഘങ്ങളൊക്കെ പുറത്തു നിൽക്കുന്ന സമയം. ഇന്ത്യക്കൊപ്പം ഏത് രാഷ്ട്രമാണ് ഉള്ളത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇന്ത്യക്കൊപ്പമുള്ള പാകിസ്ഥാനൊപ്പമുള്ള എന്ന് ലോകരാഷ്ട്രങ്ങൾ തീരുമാനിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. മുംബൈ ഭീകരാക്രമണവും ഇതും തമ്മിൽ 2018 നിന്ന് 2025 വരുമ്പോൾ പ്രധാന വ്യത്യാസം തന്നെ അതാണ്. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ പോലും ആർക്കൊപ്പം എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഈ രണ്ട് സാഹചര്യത്തിൽ ആഭ്യന്തരപരമായിട്ടെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് എന്നൊരു പുറത്തേക്ക് ഒരു മെസ്സേജ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇത് അതിനെ സ്വാധീനിക്കില്ലേ എന്നുള്ളതാണ്. കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2008 ഭീകരാക്രമണത്തിൽ ഇറങ്ങിയ മുഴുവൻ പേരെയും സംഭവത്തില് വധിക്കപ്പെട്ടു. ഒരാളുടെ അതിനുശേഷം നമ്മൾ അജ്മൽ കസബിനെ പിടികൂടിയിട്ട് നമ്മൾ ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. അദ്ദേഹം പാകിസ്ഥാൻകാരനാണ്, അയാളെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. പാകിസ്ഥാന് ഈ ആക്രമണത്തിൽ ഒരു പങ്കുണ്ട് എന്ന് നമ്മൾ ലോകത്തിനെ മൊത്തം കാണിച്ചു കൊടുത്തു. അതിനെ തുടർന്നുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു വലിയ നയതന്ത്ര നീക്കത്തിൽ ഇന്ത്യ വിജയിച്ചത്. ഇന്ന് പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ആത്യന്തികമായ അടിയന്തര കാരണം എന്ന് പറയുന്നത് നമ്മൾ അന്ന് ചെയ്ത, അതായത് കസബിനെ നമ്മൾ പിടികൂടി അതിന്റെ പാകിസ്ഥാന്റെ പങ്ക് പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ്. ഇനി നമ്മൾ ഇപ്പൊ ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് നമ്മളൊരു മിലിറ്ററി ആക്ഷനാണ്. അതായത് ഗാസയിലെ ഹമാസിന്റെ ആൾക്കാർ ചേർന്നിട്ട് ഇസ്രായേലിൽ ആക്രമണം നടത്തി, ഇസ്രായേൽ തിരിച്ചടിച്ചു. അപ്പൊ നമ്മൾ ഈ സംഭവത്തിനകത്ത് നമ്മൾ നോക്കുക, ഹോസ്റ്റിലിറ്റിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമുക്കൊരു ചരിത്രമുണ്ട്, ഇന്ത്യക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് വിസ്മരിച്ചുകൊണ്ട് 2014 ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന നിലയിലേക്ക് നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ലോകത്ത് ശീതയുദ്ധ കാലഘട്ടം ഉണ്ടായിരുന്നു. ശീതയുദ്ധ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ നാറ്റോ സഖ്യവും വാഴ്സാ സഖ്യവും രണ്ടായിട്ട്, റഷ്യയുടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ടായിട്ട് തിരിഞ്ഞു നിന്നപ്പോൾ അന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും സുഹൃത്തായിട്ടും അന്ന് റഷ്യയുടെ കൂടെ വാഴ്സാ സഖ്യത്തിൽ ചേരുകയല്ല ഇന്ത്യ ചെയ്തത്. അന്ന് ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ്. ഇന്ത്യ അന്നൊരു ചെറിയ രാജ്യമാണ്, അതായത് സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലുമുള്ള ഒരു വളരെ ശൈശവ ദശയിലുള്ള ഒരു രാജ്യമാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് യൂഗോസ്ലാവിയയുടെ മാർഷൽ ടിറ്റോയുമായിട്ട് ചേർന്നിട്ട് ഈ രണ്ട് ചേരിയിലും പെടാതെ ഒരു മൂന്നാം ചേരി, ഒരു ചേരി പ്രസ്ഥാനം ഉണ്ടാക്കാൻ സാധിച്ച ആ പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് പിന്തുടർന്നു വരുന്ന കുറെ ശൈലികളും കുറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപിന്റെ പ്രസ്താവന ഇത്രയും ബഹളം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ, കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്, അതിനകത്തൊരു മൂന്നാം കക്ഷിയെ ഞങ്ങൾ ഇടപെടുത്തില്ല എന്ന് പറയുന്ന ഇന്ത്യയുടെ വർഷങ്ങളായിട്ടുള്ള നിലപാടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നീക്കം ഉണ്ടായപ്പോഴാണ് അതിനകത്ത് ഇടപെടേണ്ടി വരുന്നത്. അതാണ് ശ്രീ പ്രൊഫസർ ജി ഗോപകുമാർ, അത് ആ ഒരു വിഷയമില്ലേ, ട്രംപിന്റെ ഒരു വിഷയം വരുമ്പോൾ അത് ഒരുപക്ഷെ ഇന്ത്യ പുറത്തേക്ക് വെക്കും, അകത്തും ഇന്ത്യ എടുത്ത നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, BJP നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ വിഷയമൊക്കെ ചോദിക്കേണ്ടേ എന്ന് പറയുന്നിടത്തും ഈ കൂളിംഗ് പീരീഡ് വേണ്ടി വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ട്രംപിന് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. ട്രംപ് പറഞ്ഞതെല്ലാം ശുദ്ധ മണ്ടത്തരവുമാണ്. താനാണ് മേൽക്കോയ്മ നടത്തി, തന്റെ നേതൃത്വത്തിലാണ് ഇത് അവസാനിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കച്ചവടം തന്നെ നേരെ അറിയാമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ മേൽ ആർജവം കാണിക്കാനും തലകൊണ്ടിടാനും ഒക്കെ ഉള്ള പ്രത്യേക ഒരു താല്പര്യം അയാൾ കാണിക്കുന്നതും അതിനെ നമ്മൾ നിരാകരിക്കുകയാണ് ചെയ്തത്. നമ്മളതിനെ നിഷേധിച്ച് സംസാരിക്കുകയും ചെയ്തു. ഒരിക്കലും മൂന്നാം കക്ഷി കാശ്മീർ പ്രശ്നത്തിലില്ല. മൂന്നാം കക്ഷി കാശ്മീർ പ്രശ്നത്തിലില്ല എന്നുള്ളത് 72 ഷിംല കരാറിൽ ഒപ്പിട്ട് തീരുമാനിച്ച കാര്യമാണ്. മറ്റൊരു രാജ്യം വേണ്ട, ഇരു രാജ്യങ്ങളും തമ്മിലേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റവും കണ്ടില്ല. ട്രംപ് പറഞ്ഞ ഉടനെ ഇന്ത്യയുടെ വിദേശ നയം മാറുമോ? ഇപ്പൊ ട്രംപിനെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ചീത്ത വിളിക്കുകയാണ് വേണ്ടത്? ട്രംപ് എന്ത് പറയുന്നു അതിന് ഉത്തരവാദി നമ്മളാണോ? ഇതല്ലേ തിരിച്ചുള്ള കാര്യം. അപ്പൊ മറ്റുള്ളവർ കൂളിംഗ് ഓഫ് പീരീഡിനെ നശിപ്പിക്കുന്നതുകൊണ്ട് അകത്തുള്ള ആഭ്യന്തര രാഷ്ട്രീയം ശക്തിപ്പെടുത്തി അതിന് ഇതൊരു അവസരമാക്കി കണ്ട് പറയുകയാണ് വേണ്ടത്. കാശ്മീർ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം, തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. അഭിപ്രായം പറയുമ്പോൾ അമേരിക്കയുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ മിണ്ടാതിരിക്കണം, അല്ലെ ഇന്ത്യയിലെ പ്രതിപക്ഷം മിണ്ടാതിരിക്കണം. ശ്രീമൻ നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ അഭിപ്രായവും പറയാം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ജനാധിപത്യ രാഷ്ട്രം, അതുകൊണ്ട് മിണ്ടാതിരിക്കണം, നമ്മൾ ശബ്ദിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണോ ജനാധിപത്യം? ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സുതാര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കോൺഫ്ലിക്ട് കഴിഞ്ഞു? പണം കൊണ്ട് വാങ്ങിയ സാധനങ്ങൾക്കകത്ത് ഈ പറഞ്ഞ വിമാനം, ഉദാഹരണമായിട്ട് റഫാൽ വിമാനം തകർന്നു വീണു എന്നാണ്
ഫ്രഞ്ച് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് അന്ന് എഴുതിയത്. ഓക്കെ, എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷെ റോയിട്ടേഴ്സ് എഴുതി, ഫ്രഞ്ച് വൃത്തങ്ങൾ പറഞ്ഞു 1 or 2 വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന്. അത് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കാൻ സർക്കാർ തയ്യാറാവാത്തത്? കാരണം റഫാൽ വിമാനങ്ങൾ വാങ്ങിയതുമായിട്ടുള്ള ബന്ധപ്പെട്ട അഴിമതി വീണ്ടും ചർച്ചയാകുമെന്നുള്ള ഭയം കൊണ്ടാണോ? നമ്മൾ ഓരോ കാര്യങ്ങളും പിന്നെ നമ്മൾ പറയുന്ന ഒരു സെക്കൻഡ് നമ്മൾ ഒരു കാര്യം കൂടെ പറയാം. സൗദിയിൽ അല്ല, താങ്കൾ മാത്രം പറഞ്ഞാൽ പോലെ എനിക്കൂടെ പറയാൻ അവസരം തരണം. അല്ലല്ല, ഒറ്റ പോയിന്റൂടെ പറഞ്ഞോട്ടെ. ഒറ്റ പോയിന്റൂടെ പറഞ്ഞോട്ടെ. അതായത് സൗദിയിൽ നിന്ന് മടങ്ങിയത് പ്രധാനമന്ത്രി നേരെ ബീഹാറിൽ പോയിട്ട് ഇലക്ഷൻ റാലിയിൽ പോയിട്ടാണ് ഈ പറഞ്ഞ പാകിസ്ഥാനെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞത്. അത് ഈ ഇലക്ഷനെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ യുദ്ധത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ലേ? അപ്പൊ അത് ഒരു സൈഡിൽ മാത്രമേ പാടുള്ളൂ, വേറെ ആരും അത് ഉന്നയിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മാത്രമാണ് അധികാരം എന്ന് പറയുന്നത് എന്താണ്? സമയം എക്സീഡ് ചെയ്തിരിക്കും. ശ്രീ ജി ഗോപകുമാർ, ചുരുക്കിയ വാക്കുകൾ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് വളരെ പെട്ടെന്ന് പറയാം. ട്രംപിന്റെ മേൽക്കോയ്മ ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ല. ട്രംപ് പറയുന്നതിന് നമ്മൾ വിമർശനമുണ്ട്, രാജ്യത്തിനകത്ത് വിമർശനമുണ്ട്, വിമർശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവൺമെന്റിന്റെ ലെവലിലും പ്രതിപക്ഷത്തിന്റെ ലെവലിലും വിമർശിച്ചുകൊണ്ടേയിരിക്കണം. അതിന് യാതൊരു തർക്കവുമില്ല. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള രാഷ്ട്രീയം പ്രതിപക്ഷവും ഭരണകക്ഷിയും ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ആഭ്യന്തര രാഷ്ട്രീയം മാത്രമല്ല, ഒരു വശത്ത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വിഷയത്തിനൊപ്പം തന്നെ ഇപ്പോൾ നയതന്ത്ര തലത്തിലും മാധ്യമപ്രവർത്തകരായാലും ഈ തരത്തിൽ വിശകലനങ്ങളിലും രണ്ടഭിപ്രായമുള്ള കാര്യമാണ്. ഈ വിഷയത്തിലെ ചർച്ച ഏതായാലും തുടങ്ങിയിട്ടുള്ളൂ. സമയം ചെറിയൊരു വിഷയമായി പോയി. അതുകൊണ്ട് എനിക്ക് വസത്തിലേക്കും ഒപ്പം ശ്രീ ബിജുനാഥ്, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസും എന്നോട് ദയവായി ക്ഷമിക്കുക. വീണ്ടും താങ്കളിലേക്ക് വരാൻ കഴിയുന്നത് കൃത്യമായി പാനലിസ്റ്റുകൾക്ക് സമയം കൊടുക്കാനും കഴിഞ്ഞില്ല. ഏതായാലും ഇതിൽ രാഹുൽ ഗാന്ധിയെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള കടുത്ത പ്രത്യാക്രമണങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ കോൺഗ്രസ് അതേ തരത്തിലായിരിക്കും നേരിടുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം വിളിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. വളരെയധികം സ്പെഷ്യൽ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും നമസ്കാരം.